എൻ്റെ കേരളബിക്സ് ചാനലിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാരാരി ആബാദ് ടട്ടിൽ ബീച്ച് റിസോർട്ടിനെക്കുറിച്ചുള്ള എൻ്റെ സത്യസന്ധമായ ഒരു അവലോകനമാണ് ഈ വീഡിയോയിൽ. ആബാദ് ടട്ടിൽ ബീച്ച് റിസോർട്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്ര കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച് കണ്ണമാലി, ചെല്ലാനം എന്നീ മനോഹരമായ തീരദേശ ഗ്രാമങ്ങളിലൂടെ കടന്ന് ആലപ്പുഴ, അർത്തുങ്കൽ, കൊച്ചി റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് റിസോർട്ടിൻ്റെ കവാടത്തിലെത്തി. വ്യക്തമായി അടയാളപ്പെടുത്തിയ പ്രവേശന കവാടവും സ്വാഗതം ചെയ്യുന്ന സുരക്ഷാ ജീവനക്കാരും ഉള്ളതിനാൽ റിസോർട്ട് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഗേറ്റുകൾ തുറന്നപ്പോൾ ഈ വിശാലമായ റിസോർട്ടിന്റെ ആദ്യ കാഴ്ച ഞങ്ങൾക്ക് ലഭിച്ചു. ആ സ്ഥലത്തേക്ക് വാഹനമോടിച്ചപ്പോൾ അതിന്റെ വലിപ്പം ഞങ്ങളെ വളരെയധികം ആകർഷിച്ചു. ഉൾവശത്തെ റോഡ് വളവുകളും തിരിവുകളും കടന്ന് മനോഹരമായ ഒരു കമാന പാലവും കടന്ന് റിസോർട്ടിന്റെ റിസപ്ഷൻ സ്ഥലത്തേക്ക് ഞങ്ങളെ നയിച്ചു. പ്രധാന കെട്ടിടത്തിന് തൊട്ടടുത്തായിരുന്നു സൗകര്യപ്രദമായ കാർ പാർക്കിംഗ് ഇടം. പരമ്പരാഗത കേരളീയ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച സ്വീകരണ കെട്ടിടത്തിന് മുന്നിൽ ഇലക്ട്രിക് ബഗ്ഗി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. ലളിതവും എന്നാൽ മനോഹരവുമായ റിസപ്ഷൻ കെട്ടിടത്തിന്റെ രൂപകൽപ്പന റിസോർട്ടിന്റെ മൊത്തത്തിലുള്ള പ്രകൃതി ഭംഗിക്ക് ഇണങ്ങുന്നതായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് റിസോർട്ട് ജീവനക്കാർ ഞങ്ങളെ സ്വീകരിച്ചു. മനോഹരമായ പുഷ്പമാലകളും ഉന്മേഷദായകമായ ഒരു സ്വാഗത പാനീയവും അവർ ഞങ്ങൾക്ക് നൽകി. ഇതെല്ലാം ഞങ്ങൾക്ക് ഒരു ഗൃഹാതുരത്വം തോന്നിപ്പിച്ചു. കേരളത്തിന്റെ പരമ്പരാഗത മനോഹാരിത പ്രതിഫലിപ്പിക്കുന്ന തടികൊണ്ടുള്ള അകത്തളങ്ങൾ കൊണ്ട് നിർമ്മിച്ച സ്വീകരണ കെട്ടിടം ആകർഷകവും സാംസ്കാരികമായി സമ്പന്നവുമായിരുന്നു. കാര്യക്ഷമതയും മര്യാദയും ഉള്ള ജീവനക്കാരുടെ സഹായത്താൽ ഞങ്ങൾ ഇവിടെ ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കി. ചെക്ക് ഇൻ പൂർത്തിയായ ശേഷം പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് ബഗ്ഗിയിൽ ഞങ്ങളെ ഞങ്ങളുടെ വില്ലകളിലേക്ക് കൊണ്ടുപോയി. പ്രോപ്പർട്ടിയിൽ കൂടിയുള്ള ഇലക്ട്രിക് ബഗ്ഗി യാത്ര ഒരു ആനന്ദകരമായ അനുഭവമായിരുന്നു. റിസോർട്ടിനുള്ളിലെ ടാർ ചെയ്ത റോഡിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ പനോരമിക് കാഴ്ച പകർത്താതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. 13 ഏക്കർ സമൃദ്ധമായ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ റിസോർട്ടിൽ 30 പ്രീമിയം കോട്ടേജുകൾ ഉണ്ട്. ഓരോന്നും പ്രകൃതി പരിസ്ഥിതിയുമായി സുഗമമായി ഇണങ്ങുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബമായതിനാൽ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ 2 മുതിർന്ന കുട്ടികളും ഞങ്ങൾ 2 വില്ലകൾ ബുക്ക് ചെയ്തിരുന്നു. ഈ റിസോർട്ട് ഉൾപ്പെടെ മിക്ക റിസോർട്ടുകളിലും ഒരു മുറിയിൽ 3-ൽ കൂടുതൽ ആളുകളെ അനുവദിക്കുന്നില്ല. ഒരു അധിക കിടക്ക ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും 2 വില്ലകൾ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ധാരാളം സ്ഥലവും സുഖസൗകര്യങ്ങളും ഉറപ്പാക്കി. ഒടുവിൽ ഞങ്ങൾ booking.com വഴി ബുക്ക് ചെയ്ത 2 വില്ലകളിൽ എത്തി. ആദ്യത്തേത് ഒരു പ്രൈവറ്റ് പൂൾ വില്ലയായിരുന്നു. അതിൽ എക്സ്ക്ലൂസീവ് ഉപയോഗത്തിനായി സ്വന്തമായി ഒരു പൂൾ ഉണ്ട്. രണ്ടാമത്തേത് സുഖകരമായ സിറ്റ് ഔട്ട് ഏരിയയുള്ള ഒരു ബീച്ച് കോട്ടേജ് ആയിരുന്നു. പേര് സൂചിപ്പിക്കുന്ന പോലെ സിറ്റ് ഔട്ട് നേരിട്ട് ബീച്ച് വ്യൂ നൽകുന്നില്ലെങ്കിലും ഇവിടെ ഇരുന്ന് നല്ല കടൽ കാറ്റ് അനുഭവിക്കാമായിരുന്നു. കൂടാതെ ഇവിടെ നിന്ന് ബീച്ചിലേക്ക് കുറച്ച് നടക്കാവുന്ന ദൂരമേയുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ രണ്ടാമത്തെ വില്ലയുടെ സിറ്റ് ഔട്ടിനടുത്ത് ഒരു ഹമ്മോക്ക് ഊഞ്ഞാൽ സജ്ജീകരിച്ചിരുന്നു. ഞാൻ പതുക്കെ അതിൽ ആടിയപ്പോൾ ശാന്തമായ അന്തരീക്ഷവും ചുറ്റുമുള്ള പച്ചപ്പും ഞങ്ങളുടെ വിശ്രമത്തിന് ഒരു മികച്ച നിമിഷമായി. സിറ്റ് ഔട്ടിൽ സുഖമായി ഇരിക്കുന്ന എൻ്റെ ഭാര്യയും പ്രകൃതിയുടെ ശാന്തതയിൽ ഒരുപോലെ മുഴുകിയിരിക്കുന്നതായി എനിക്ക് തോന്നി. ഞങ്ങളുടെ താമസ സൗകര്യം ക്രമീകരിച്ചതോടെ ആബാദ് ടട്ടിൽ ബീച്ച് റിസോർട്ടിന്റെ പ്രശാന്തമായ സൗന്ദര്യത്തിനിടയിൽ വിശ്രമിക്കാൻ ഞങ്ങൾ തയ്യാറായി. വൈകുന്നേരം 4 മണിയോടെ ആബാദ് ടട്ടിൽ ബീച്ച് റിസോർട്ടിലെ പ്രോപ്പർട്ടിയും വിവിധ സൗകര്യങ്ങളും കണ്ടാസ്വദിക്കാൻ ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങളുടെ ആദ്യ സ്റ്റോപ്പ് ഷട്ടിൽ കോർട്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ കുട്ടികൾ കളിച്ചു രസിക്കുമ്പോൾ എൻ്റെ ഭാര്യ അടുത്തുള്ള ഒരു ചെറിയ ഓല മേഞ്ഞ കുടിലിൽ വിശ്രമിക്കുകയായിരുന്നു.
കുട്ടികൾ ആസ്വദിക്കുന്നത് കാണാനും വിശ്രമിക്കാനും അവൾക്ക് പറ്റിയ സ്ഥലമായിരുന്നു പുൽത്തകിടിയിലെ കുടിൽ. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശാലമായ പുൽത്തകിടിയിലൂടെ ചുറ്റുമുള്ള ശാന്തമായ അന്തരീക്ഷവും പ്രകൃതിയുടെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങി. അടുത്തതായി ഞങ്ങൾ റിസോർട്ടിലെ ചിത്രശലഭ ഉദ്യാനമാണ് സന്ദർശിച്ചത്. അവിടെ വർണ്ണാഭമായ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന മനോഹരമായ കോമൺ ക്രോ ചിത്രശലഭങ്ങൾ ചുറ്റും പറക്കുന്ന കാഴ്ച ഞങ്ങളെ സ്വാഗതം ചെയ്തു. റിസോർട്ടിന്റെ ഈ ശാന്തമായ സ്ഥലം ഞങ്ങളുടെ പര്യവേഷണത്തിന് ആകർഷകമായൊരു സ്പർശം നൽകി. റിസോർട്ടിലെ മത്സ്യകൃഷിയിടത്തിന് മുകളിലൂടെ നിർമ്മിച്ച മനോഹരമായ ഒരു ചെറിയ പാലത്തിൽ ഞങ്ങൾ എത്തി. പാലം കടന്ന് മനോഹരമായി പരിപാലിക്കുന്ന ടൈൽ പാകിയ ഒരു നടപ്പാതയിലൂടെ ഞങ്ങൾ നടന്നു. ഈ പാതയിലെ ആദ്യ സ്റ്റോപ്പ് റിസോർട്ടിന്റെ ഔട്ടർ ഡോർ നീന്തൽക്കുളമായിരുന്നു. തെളിഞ്ഞ വെള്ളവും ശാന്തമായ അന്തരീക്ഷവും ഉള്ളതിനാൽ വിശ്രമിക്കാനും തണുപ്പിക്കാനും പറ്റിയ സ്ഥലമായി അത് തോന്നി. അടുത്തതായി പച്ചപ്പിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന റിസോർട്ടിന്റെ പ്രധാന റെസ്റ്റോറന്റിലൂടെ ഞങ്ങൾ കടന്നുപോയി. അതിന്റെ ആകർഷകമായ രൂപകൽപ്പന റിസോർട്ടിന്റെ സ്വാഭാവികവും വിശ്രമകരവുമായ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിച്ചു. ഞങ്ങൾ നടത്തം തുടർന്നപ്പോൾ സ്ലൈഡുകൾ, ഊഞ്ഞാൽ തുടങ്ങിയ സൗകര്യങ്ങളുള്ള കുട്ടികൾക്ക് ആസ്വദിക്കാൻ അനുയോജ്യമായ ഒരു ഊർജ്ജസ്വലമായ കളിസ്ഥലം ഞങ്ങൾ കണ്ടു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നടുവിൽ ഒരു ജലധാരയുള്ള ശാന്തമായ ഒരു കുളമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. അതിന്റെ ശാന്തമായ സൗന്ദര്യം റിസോർട്ടിന്റെ ഭൂപ്രകൃതിക്ക് മറ്റൊരു മനോഹാരിത നൽകി. റിസോർട്ടിലൂടെയുള്ള ഈ മനോഹരമായ നടത്തം ചിന്തനീയമായ രൂപകൽപ്പനയും പ്രകൃതിയുടെ എല്ലാ കോണുകളിലേക്കും സുഗമമായ സംയോജനവും പ്രദർശിപ്പിക്കുന്നതായിരുന്നു. കുറച്ചുകൂടി നടന്നപ്പോൾ ഞങ്ങൾ വീണ്ടും റിസപ്ഷൻ കെട്ടിടത്തിന്റെ അടുത്തെത്തി. മുമ്പ് ഞങ്ങൾ ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ സ്ഥലം തന്നെ. ഈ കെട്ടിടം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളെല്ലാം കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് റിസോർട്ടിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. റിസപ്ഷനോട് ചേർന്നാണ് റിസോർട്ടിന്റെ കാർ പാർക്ക്. അതിഥികൾക്ക് വിശാലമായ പാർക്കിംഗ് സ്ഥലം ഇവിടെ ലഭ്യമാണ്. നിങ്ങൾ എത്തുകയോ പോകുകയോ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ സ്ഥാനം.
ഞങ്ങളുടെ പര്യവേക്ഷണം തുടരുന്നതിനിടയിൽ റിസോർട്ടിന്റെ ആയുർവേദ സ്പാ റിവൈവൽ ആയുർവേദ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കേരള ശൈലിയിലുള്ള കെട്ടിടം ഞങ്ങൾ കണ്ടു. മുറ്റത്തുള്ള പവിത്രമായ തുളസിത്തറ പരമ്പരാഗത സംസ്കാരത്തെയും കേരളത്തിന്റെ പൈതൃകത്തെയും ഉൾക്കൊള്ളുന്ന ശാന്തമായ ഒരു സ്പർശം നൽകുന്നു. ആധികാരികമായ ആയുർവേദ ചികിത്സകൾ നൽകുന്നതിനും ശാന്തമായ അന്തരീക്ഷത്തിൽ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം പകരുന്നതിനും അവസരം നൽകുന്നതിനും വേണ്ടിയാണ് ഈ സ്പാ സമർപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി ഞങ്ങൾ ഈ സ്ഥലത്തെ മറ്റൊരു കേരള ശൈലിയിലുള്ള കെട്ടിടമായ ആക്ടിവിറ്റി റൂം കോംപ്ലക്സ് സന്ദർശിച്ചു. വിനോദത്തിനും പരിപാടികൾക്കും അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വിശാലമായ സൗകര്യം പ്രവർത്തനക്ഷമതയും സൗന്ദര്യശാസ്ത്രവും സമന്വയിപ്പിക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ ഒരു ഉന്മേഷകരമായ കാരംസ് കളിയിൽ ഏർപ്പെട്ടു. എന്റെ ഭാര്യ ഇവിടെ വിശ്രമിക്കുകയും ഒപ്പം അവരുടെ കാരംസ് കളി ആസ്വദിക്കുകയും ചെയ്തു. 1200 ചതുരശ്ര അടി വിസ്തീർണമുള്ള ആക്ടിവിറ്റി റൂം വൈവിധ്യമാർന്നതാണ്. ഞങ്ങളുടെ സന്ദർശന വേളയിൽ ഇൻഡോർ ഗെയിമുകൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ഇത് പരിപാടികൾക്കും സാമൂഹിക ഒത്തുചേരലുകൾക്കുമുള്ള ഒരു വിരുന്ന് ഹാളാക്കി മാറ്റാനും കഴിയും. അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ടിന്റെ സൗകര്യങ്ങൾ പര്യവേക്ഷണം ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയ്ക്ക് ശേഷം വിശ്രമിക്കാനും വൈകുന്നേരത്തെ ശാന്തമായ അന്തരീക്ഷം ആസ്വദിക്കാനുമുള്ള സമയമായി. വൈകുന്നേരം 4:45 ഞങ്ങൾ റിസോർട്ടിന്റെ റെസ്റ്റോറന്റ് ഏരിയയിൽ എത്തി. പ്രധാന റെസ്റ്റോറന്റിനടുത്തെത്തിയപ്പോൾ ഒരു മനോഹരമായ കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഓലമേഞ്ഞ മേൽക്കൂരയിൽ നിർമ്മിച്ച കേരള ശൈലിയിലുള്ള ഒരു ചായക്കട. ഈ പരമ്പരാഗത സജ്ജീകരണം കേരളം മുഴുവൻ പ്രശസ്തമായ തട്ടുകട ചായക്കടകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ആകർഷണീയത പ്രസരിപ്പിച്ചു. ഈ ചായക്കടയിൽ വൈദഗ്ധ്യമുള്ള ജീവനക്കാർ നല്ല സുഗന്ധമുള്ള ചൂടൻ ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തട്ടുകട സജ്ജീകരണത്തിൽ ചൂടുള്ള ചായ ഗ്ലാസുകളിലേക്ക് പകർന്നും രുചികരമായ പക്കോടകൾ തയ്യാറാക്കിയും സംഘം തടസ്സമില്ലാതെ പ്രവർത്തിച്ചപ്പോൾ സായാഹ്ന അന്തരീക്ഷം ഉജ്ജ്വലമായിരുന്നു. ഊഷ്മളമായ പുഞ്ചിരിയോടെ ചായയും പക്കോടയും വിളമ്പുന്നത് സ്വാഗതാർഹവും ഗൃഹാതുരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. സന്തോഷകരമെന്നു പറയട്ടെ, വൈകുന്നേരത്തെ ഈ ലഘുഭക്ഷണങ്ങൾ സൗജന്യമാണ്. റിസോർട്ടിന്റെ ചിന്താപൂർവമായ ഒരു പ്രവൃത്തി. കേരളീയ ശൈലിയിലുള്ള ഓല മേൽക്കൂരയുള്ള ചായക്കടയിലെ ഒരു മേശയിൽ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ചൂടുള്ള ചായയും ക്രിസ്പി പക്കോടകളും ആസ്വദിച്ചു. ഒരു ഗ്രാമീണ ഭംഗിയിൽ ചുറ്റപ്പെട്ട് പ്രകൃതിയുടെ ശാന്തതയും ഇടകലർന്ന ഒരു മികച്ച സായാഹ്ന ചായ ഇടവേളയായിരുന്നു അത്. മനോഹരമായ കേരളീയ ശൈലിയിലുള്ള ചായക്കടയിൽ വിശ്രമിച്ച് ഒരു ചായ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ താമസത്തിന്റെ ഏറ്റവും മികച്ച ഇനമായ റിസോർട്ടിന്റെ മാരാരിയിലെ സ്വകാര്യ ബീച്ചിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. പച്ചപ്പു നിറഞ്ഞ മരങ്ങൾ നിറഞ്ഞ ഒരു മേലാപ്പ് കൊണ്ട് അലങ്കരിച്ച ശാന്തവും മനോഹരവുമായ പുൽത്തകിരിയിലൂടെ ഞങ്ങൾ പടിഞ്ഞാറോട്ട് നടന്നു. കൂടുതൽ മുന്നോട്ട് നടന്നപ്പോൾ വില്ലകൾക്കും ഊർജ്ജസ്വലമായ പൂന്തോട്ടങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ടൈൽ പാകിയ നടപ്പാതയുള്ള മനോഹരമായ ഒരു ഭൂപ്രകൃതിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഈ പശ്ചാത്തലത്തിലെ സൂക്ഷ്മത കേരളത്തിന്റെ വാസ്തുവിദ്യയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും ഭംഗി ശരിക്കും ഉദാഹരിച്ചു. തെങ്ങിൻ ഓല കൊണ്ട് മേൽക്കൂരയുള്ള പരമ്പരാഗത പടിപ്പുര കടന്നപ്പോൾ കേരളത്തിന്റെ ഒരു സാർവത്രിക തീരദേശ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചതായി തോന്നി. നിലം മൃദുവായതും വെളുത്തതുമായ കടൽത്തീര മണലാൽ മൂടപ്പെട്ടിരുന്നു. ഉയർന്നു നിൽക്കുന്ന തെങ്ങുകളും വിശാലമായ തണലും ഉണ്ടായിരുന്നു. അത് ഒരു ഗ്രാമീണവും ശാന്തവുമായ അന്തരീക്ഷം ഉണർത്തി.
മനോഹരമായ ഈ ചുറ്റുപാടിലൂടെ വിശാലമായ മണൽപ്പാതയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഓരോ ചുവടുവെപ്പിലും ആകാംക്ഷ ഉണർന്നു. പിന്നെ ആ നിമിഷം വന്നു, സ്വകാര്യ ബീച്ച്. സ്വർണ്ണ മണലും അറബിക്കടലിന്റെ അനന്തമായ വിസ്തൃതിയും നിറഞ്ഞ ഗംഭീരമായ മാരാരി ബീച്ചിന്റെ ഒരു മാസ്മരിക വിസ്തൃതി ഞങ്ങളുടെ മുന്നിൽ നീണ്ടു. പ്രകൃതിയുടെയും ശാന്തതയുടെയും ഒരു തികഞ്ഞ സംയോജനമായിരുന്നു അത്. മറക്കാനാവാത്ത ഒരു അനുഭവം പ്രദാനം ചെയ്തു. സ്വകാര്യ ബീച്ചിലെ മണൽപ്പരപ്പുകളെ സ്വർണ്ണനിറത്തിലുള്ള സായാഹ്ന സൂര്യപ്രകാശം കുളിപ്പിച്ചുകൊണ്ട് റിസോർട്ട് ഒരുക്കിയ ആകർഷകമായ ബീച്ച് ബെഞ്ചുകളിലേക്ക് ഞങ്ങൾ നടന്നു. സംഭവബഹുലമായ ഒരു ദിവസത്തിനു ശേഷം വിശ്രമിക്കാൻ ശാന്തമായ അന്തരീക്ഷവും ഇളം കടൽക്കാറ്റും അനുയോജ്യമായിരുന്നു. കുളിക്കാനോ സർഫിങ്ങിനോ വേണ്ടി ഞങ്ങൾ കടലിൽ ഇറങ്ങിയില്ലെങ്കിലും കാലിൽ തട്ടിയെത്തുന്ന കടൽ തിരമാലകളുടെ തണുത്ത സ്പർശം ഞങ്ങൾ ആസ്വദിച്ചു. എല്ലായ്പ്പോഴും സുരക്ഷ ഉറപ്പാക്കുന്ന പരിശീലനം ലഭിച്ച ലൈഫ് ഗാർഡുകളുടെ നിരീക്ഷണത്തിൽ ചില അതിഥികൾ കടലിൽ നീന്തുന്നുണ്ടായിരുന്നു. പ്രകൃതിസുന്ദരമായ അന്തരീക്ഷം ആസ്വദിച്ചുകൊണ്ട് എൻ്റെ കുടുംബം ബീച്ചിലെ ബെഞ്ചുകളിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഒരു ശാന്തമായ ബീച്ച് നടത്തത്തിന് പുറപ്പെട്ടു. മണൽപ്പരപ്പ് അനന്തമായി തോന്നി, അതിൻ്റെ ശുചിത്വം ശ്രദ്ധേയമായി വേറിട്ടുനിന്നു. ഞാൻ നടക്കുമ്പോൾ ഈ ബീച്ച് എത്ര വൃത്തിയുള്ളതാണെന്ന് എനിക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. കൊച്ചിക്കടുത്തുള്ള ബീച്ചുകളിലേക്കുള്ള എൻ്റെ എല്ലാ സന്ദർശനങ്ങളിലും മാരാരി ബീച്ച് പോലെ വൃത്തിയുള്ളതും നന്നായി പരിപാലിക്കപ്പെടുന്നതുമായ ഒന്ന് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. തിരമാലകളുടെ ശാന്തമായ താളം, മൃദുവായ സ്വർണ്ണമണൽ, ചുറ്റുപാടുകളുടെ പ്രകൃതി ഭംഗി എന്നിവ ഈ സ്വകാര്യ ബീച്ചിനെ ഞങ്ങളുടെ താമസത്തിലെ മറക്കാനാവാത്ത ഒരു ആകർഷണമാക്കി മാറ്റി. ശാന്തമായ ഈ ദിവസം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയതോടെ പ്രകൃതിക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒരു ശാന്തതയും വിലമതിക്കാൻ പറ്റിയ ഓർമ്മകളും ഈ കടൽത്തീരം ഞങ്ങൾക്ക് സമ്മാനിച്ചു. സ്വകാര്യ ബീച്ചിൽ നിന്ന് വിശ്രമിക്കാനും ഉന്മേഷത്തിനുമായി ഞങ്ങൾ ഞങ്ങളുടെ വില്ലയിലേക്ക് മടങ്ങി.
ദിവസം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഞാനും എന്റെ മകനും റിസോർട്ടിലെ ഔട്ട്ഡോർ നീന്തൽക്കുളത്തിൽ നീന്താൻ തീരുമാനിച്ചു. നീന്തൽക്കുള പ്രദേശം ശാന്തവും ചുറ്റും പച്ചപ്പ് നിറഞ്ഞതുമായിരുന്നു. ഇതെല്ലാം നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. നീന്തുമ്പോൾ മനോഹരമായ ചുറ്റുപാടുകളെ അഭിനന്ദിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വെള്ളത്തിനടിയിലും മുകളിലുമുള്ള സൗന്ദര്യ ദൃശ്യങ്ങൾ ഞാൻ ക്യാമറയിൽ പകർത്തി. അത് ശാന്തമായ നീലക്കുളത്തിന്റെ സവിശേഷമായ ഒരു കാഴ്ച പ്രദാനം ചെയ്തു. അതേസമയം എന്റെ മകനും ഇവിടെ നീന്തൽ ശരിക്കും ആസ്വദിച്ചു. ശാന്തമായ അന്തരീക്ഷവും വിശാലമായ നീന്തൽക്കുളവും അവൻ ഊർജ്ജസ്വലമായ ഒരു അനുഭവം നൽകി. അണ്ടർവാട്ടർ ഷോട്ടുകൾ അവന്റെ ചലനങ്ങളെ എടുത്തുകാണിച്ച് അനുഭവത്തിന് ആഴം കൂട്ടി. പ്രധാന നീന്തൽക്കുളത്തോട് ചേർന്ന് കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ചെറിയ നീന്തൽക്കുളം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ അതിഥികൾക്ക് പോലും സുരക്ഷിതമായി നീന്തൽ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ശ്രദ്ധാപൂർവം അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സന്ധ്യ മയങ്ങും നേരത്ത് റിസോർട്ടിന്റെ വിളക്കുകളുടെ ഊഷ്മളമായ പ്രകാശം ചുറ്റുപാടുകളെ പ്രകാശിപ്പിക്കാൻ തുടങ്ങി. ശാന്തവും ആകർഷകവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ഞങ്ങളുടെ സ്വകാര്യ പൂളിന്റെ ശാന്തതയിൽ മുഴുകാൻ ആകാംക്ഷയോടെ ഞങ്ങൾ ഞങ്ങളുടെ പൂൾ വില്ലയിലേക്ക് മടങ്ങി. എന്റെ മകനും ഞാനും സ്വകാര്യ പൂളിൽ കുളിച്ചു. അത് നൽകുന്ന ശാന്തതയും സ്വകാര്യതയും ആസ്വദിച്ചു. സമീപത്ത് എന്റെ ഭാര്യയും മകളും പൂളിനരികിൽ ഇരുന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ മുങ്ങിത്താഴുകയും രാത്രി ആംബിയൻസ് ആസ്വദിക്കുകയും ചെയ്തു. അത്താഴത്തിന് റൂം സർവീസ് വഴി ഓർഡർ ചെയ്ത രുചികരമായ എല്ലാ കാർട്ടെ സ്പ്രെഡ് ഞങ്ങൾ ആസ്വദിച്ചു. അതിൽ ചിക്കൻ കറി, തന്തൂരി ചിക്കൻ, ബീഫ് കോക്കനട്ട് ഫ്രൈ, കേരള പറാത്ത എന്നിവ ഉണ്ടായിരുന്നു. ഓരോ വിഭവവും രുചികരവും വിശാലമായ ഭാഗങ്ങളിൽ വിളമ്പുന്നതും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നതും ആയിരുന്നു. പിറ്റേന്ന് രാവിലെ 6:30 ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. തെങ്ങുകളും മറ്റ് ഉയരമുള്ള മരങ്ങളും തണലുള്ള പാതയിൽ ഞങ്ങളുടെ കാലിനടിയിൽ മൃദുവായ വെളുത്ത മണൽ ഉണ്ടായിരുന്നു. എന്റെ ഭാര്യ ഞങ്ങളുടെ വില്ലയിൽ തന്നെ തങ്ങിയപ്പോൾ ഞാനും എന്റെ 2 കുട്ടികളും മാരാരി ബീച്ചിന്റെ പ്രഭാത അന്തരീക്ഷം ആസ്വദിക്കാൻ തീരുമാനിച്ചു. ഇന്നലെ വൈകുന്നേരത്തേതുപോലെ തന്നെയായിരുന്നു യാത്ര. പക്ഷേ പ്രഭാതത്തിലെ ശാന്തമായ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു. അറബിക്കടലിൽ നിന്ന് ഒരു തണുത്ത കാറ്റ് വീശി. തെങ്ങിനും ഉയരമുള്ള തീരദേശ മരങ്ങൾക്കും പിന്നിൽ സൂര്യൻ അപ്പോഴും മറഞ്ഞിരുന്നു. അത് ശാന്തമായ സൗന്ദര്യത്തിന് ആക്കം കൂട്ടി.
അതിമനോഹരമായ മാരാരി ബീച്ചിലൂടെ നടക്കുമ്പോൾ പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന കുറച്ച് തെരുവ് നായ്ക്കളെ ഞാൻ കണ്ടു. റിസോർട്ടിനുള്ളിലെ സ്വകാര്യ ബീച്ച് ഏരിയ സുരക്ഷിതവും അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളില്ലാത്തതുമാണെങ്കിലും റിസോർട്ടിന്റെ സ്വകാര്യ ബീച്ച് അതിർത്തിക്കപ്പുറത്ത് കുറച്ച് നായ്ക്കളെ ഞാൻ കണ്ടു. അവയിലൊന്ന് എന്റെ സാന്നിധ്യത്തെ എതിർക്കുന്നതുപോലെ എന്നെ നോക്കിക്കുരച്ചു. അതുകൊണ്ട് സന്ദർശകർ ശ്രദ്ധിക്കുകയും റിസോർട്ട് പരിസരത്തിന് പുറത്തുള്ള തെരുവ് നായ്ക്കളെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും വേണം. ബീച്ചിലെ ശാന്തമായ പ്രഭാത അന്തരീക്ഷം ആസ്വദിച്ച ശേഷം ഞങ്ങൾ വില്ലയിലേക്ക് തിരികെ നടക്കാൻ തുടങ്ങി. വഴിയിൽ ഒരു മനോഹരമായ കാഴ്ച ഞങ്ങളെ സ്വാഗതം ചെയ്തു. നടപ്പാതയ്ക്കും വില്ലകൾക്കും ഇടയിലുള്ള പുൽത്തകിടികളിൽ ചിതറിക്കിടക്കുന്ന നിരവധി വെള്ളരിക്കൊക്കുകൾ. ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയ അവരുടെ മനോഹരമായ പറക്കൽ ഞങ്ങളുടെ പ്രഭാത നടത്തത്തിന് ഒരു മാന്ത്രിക സ്പർശം നൽകി. റിസോർട്ടിൽ പര്യവേക്ഷണം തുടരുമ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് നഷ്ടമായ ചില സ്ഥലങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത്തരത്തിലുള്ള ഒരു മനോഹരമായ രത്നം അതിശയിപ്പിക്കുന്ന ചതുരാകൃതിയിലുള്ള ഒരു കുളമായിരുന്നു. അത് പൂർണ്ണമായും പച്ചപ്പായൽ കൊണ്ട് പരവതാനി വിരിച്ച പോലിരുന്നു. അതിന്റെ മധ്യഭാഗത്ത് ഓലമേഞ്ഞ മേൽക്കൂരയുള്ള മനോഹരമായ ഒരു മരക്കുടിലുണ്ടായിരുന്നു. പുൽത്തകിടിയിൽ നിന്ന് നീണ്ടുനിൽക്കുന്ന ഒരു ചെറിയ മരപ്പാതയിലൂടെ അവിടെ എത്താൻ കഴിയും. കുടിലേക്ക് നടക്കുമ്പോൾ ഞാൻ ആ കാഴ്ച പകർത്തി. അകത്തുനിന്ന് ഈ മനോഹരമായ ജലാശയത്തിന്റെ പൂർണ്ണമായ പനോരമിക് ദൃശ്യം എടുക്കാൻ ക്യാമറ പാൻ ചെയ്തു. ഇന്ന് രാവിലെ പൂൾ വില്ലയിലെ ഞങ്ങളുടെ സ്വകാര്യ നീന്തൽക്കുളത്തിൽ ഞങ്ങൾ വീണ്ടും ഒരു ഉന്മേഷദായകമായി മുങ്ങിക്കുളിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഇരുട്ടിന്റെ ശാന്തമായ മൂടൽമഞ്ഞിൽ ഞങ്ങൾ നീന്തൽക്കുളം ആസ്വദിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പകൽ വെളിച്ചം ഒഴുകിയെത്തുന്ന തെളിഞ്ഞ നീലാകാശത്തിന് കീഴിൽ ഞങ്ങൾ അത് ആസ്വദിച്ചു. ഊർജ്ജസ്വലമായ ചുറ്റുപാടുകളും ശാന്തമായ പ്രഭാത അന്തരീക്ഷവും അതിനെ കൂടുതൽ ആനന്ദകരമാക്കി. പ്രധാന റെസ്റ്റോറന്റിൽ കോംപ്ലിമെന്ററി പ്രഭാതഭക്ഷണം ആസ്വദിക്കാൻ ഞങ്ങൾ പുറപ്പെട്ടു. ടൈൽ പാകിയ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ സ്വർണ്ണനിറത്തിലുള്ള പ്രഭാത സൂര്യപ്രകാശം ഞങ്ങളെ സ്വാഗതം ചെയ്തു. റെസ്റ്റോറന്റിൽ എത്തിയപ്പോൾ മിക്ക മേശകളിലും റിസോർട്ട് അതിഥികൾ നിറഞ്ഞിരിക്കുന്നതായി ഞങ്ങൾ ശ്രദ്ധിച്ചു. ഇത് ഉന്മേഷദായകമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടി. അപ്പം, മുട്ടക്കറി തുടങ്ങിയ കേരളീയ വിഭവങ്ങളും ഇറ്റലി, വടക്കേ ഇന്ത്യൻ വിഭവങ്ങൾ, കോണ്ടിനെന്റൽ പ്രഭാതഭക്ഷണ ഓപ്ഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്ന മൾട്ടി ക്യൂസിൻ സ്പ്രെഡ് ബുഫയിൽ ഉണ്ടായിരുന്നു.
സ്വയം സേവനത്തിനായി ഒരു നീണ്ട മേശയിൽ വിഭവങ്ങളുടെ നിര മനോഹരമായി പ്രദർശിപ്പിച്ചിരുന്നു. അനുഭവത്തിന് ഒരു സംവേദനാത്മക സ്പർശം നൽകിക്കൊണ്ട് ഓംലെറ്റുകൾ ലൈവായി വിളമ്പുന്ന ഒരു തത്സമയ കൗണ്ടറും ഉണ്ടായിരുന്നു. റെസ്റ്റോറന്റിൽ നിന്ന് രുചികരമായ പ്രഭാതഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വില്ലകളിലേക്ക് മടങ്ങി. ചെക്ക്ഔട്ട് സമയത്തിന് മുമ്പ് ബാഗുകൾ പാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ റിസോർട്ടിലൂടെയുള്ള അവസാന നടത്തത്തിൽ ശാന്തമായ പ്രഭാത അന്തരീക്ഷം ഞങ്ങളെ അനുഗമിച്ചു. മാരാരിയിലെ അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ടിലെ ഞങ്ങളുടെ താമസം അവസാനിപ്പിച്ച് ഈ ഇലക്ട്രിക് ബഗ്ഗിയിൽ ഞങ്ങൾ പാർക്കിംഗ് സ്ഥലത്തേക്ക് മടങ്ങുന്നു. ചെറുതെങ്കിലും മനോഹരമായ 2 മിനിറ്റ് യാത്ര ഞങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ അഭിനന്ദിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. 13 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന റിസോർട്ടിന്റെ ലാൻഡ്സ്കേപ്പിംഗും കേരള തീരദേശ ഗ്രാമത്തിന്റെ ഭംഗിയും ശരിക്കും ശ്രദ്ധേയമാണ്. ഞങ്ങൾ 2 വില്ലകളിലാണ് താമസിച്ചത്. ഉന്മേഷദായകമായ ഒരു സ്വകാര്യ നീന്തൽക്കുളം ഉൾക്കൊള്ളുന്ന പ്രൈവറ്റ് പൂൾ വില്ലയും സിറ്റൗട്ടുള്ള ബീച്ച് കോട്ടേജും. സിറ്റൗട്ട് നേരിട്ട് ബീച്ച് വ്യൂ നൽകുന്നില്ലെങ്കിലും സ്വകാര്യ ബീച്ച് തന്നെ ഒരു ചെറിയ മനോഹരമായ നടത്ത ദൂരത്തിലായിരുന്നു. സ്വകാര്യ ബീച്ച് അതിന്റെ ശുചിത്വത്തിനും ശ്രദ്ധാപൂർവമായ ലൈഫ് ഗാർഡ് സേവനത്തിനും വേറിട്ടുനിന്നു എല്ലാ അതിഥികൾക്കും സുരക്ഷ ഉറപ്പാക്കി. റിസോർട്ടിന്റെ കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യ, സൗഹൃദപരമായ ജീവനക്കാർ, ഔട്ട്ഡോർ നീന്തൽക്കുളം, ആയുർവേദ സ്പാ, ആക്ടിവിറ്റി റൂം, റെസ്റ്റോറന്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ഞങ്ങളുടെ താമസത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിച്ചു. ഭക്ഷണം അസാധാരണമല്ലെങ്കിലും രുചികരവും ന്യായമായ വിലയും ഉള്ളതായിരുന്നു ഞങ്ങളുടെ വില്ലകളുടെ മൂല്യം കണക്കിലെടുക്കുമ്പോൾ. എന്നിരുന്നാലും 15 വർഷത്തിലധികം പഴക്കമുള്ളതിനാൽ റിസോർട്ടിന് ചില നവീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാം, പ്രത്യേകിച്ച് വില്ലകളിൽ. ഒരു പ്രത്യേക പോരായ്മ പ്രൈവറ്റ് പൂൾ വില്ലയിൽ ഉണ്ടായിരുന്നിട്ടും ബീച്ച് കോട്ടേജിൽ റെഫ്രിജറേറ്റർ ഇല്ലായിരുന്നു എന്നതാണ്. ഈ അവലോകനം കണ്ടതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വില്ലകളുടെ നിലവിലെ ഓൺലൈൻ വില അനുഭവത്തെ ന്യായീകരിക്കുന്നുണ്ടോ? താഴെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതോടെ ഞങ്ങൾ അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ടിനോട് വിട പറഞ്ഞ് കൊച്ചിയിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. ഈ വിശദമായ അവലോകനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു തംബ്സ് അപ്പ് നൽകുക. കൂടുതൽ യാത്രാ അവലോകനങ്ങൾക്കും അനുഭവങ്ങൾക്കും എന്റെ ചാനൽ കേരളാപിക്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. അടുത്തതിൽ കാണാം. അതുവരെ സന്തോഷകരമായ യാത്രകൾ.